ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി. ആ ഒരു അവസരത്തില് അയ്യൂബ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സൈഫു എന്നെ റജിന മേഡം വന്നിട്ടുണ്ട് എന്റെ വീട്ടില്, എന്നൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, എന്റെ വീട് കാണണം പറഞ്ഞപ്പോ ആയിക്കോട്ടെ വന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ കാരണം ഇപ്പോഴാണ് അതൊക്കെ എന്താന്ന് മനസ്സിലായത്. കാരണം നമ്മളൊരു വീട്ടിലേക്ക് നമുക്കൊരു വ്യക്തിനെ കാണാനുണ്ടെങ്കിൽ ഓരെ അവിടെ ഉണ്ടോന്ന് നമുക്ക് അറിയുകയും വേണം, നമ്മൾ അങ്ങോട്ട് വരുന്നു എന്നുള്ള പോലെ അറിയുകയും ചെയ്യാറ്. അതിന്റെ ട്രിക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയ്യൂബ് സാറെ വിളിച്ചത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങി. നിങ്ങൾ വന്നു സംസാരിച്ചു നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കല്ലേ എന്ന് പറഞ്ഞൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ കുറച്ചെന്തെങ്കിലും, കാരണം നമുക്ക് ഒന്നും അറിയില്ലല്ലോ ഇത് എന്താണെന്നോ ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നോ ഒന്നും അറിയില്ല. ചെറിയ ചെറിയ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന യൂസ് ചെയ്യുന്നത്, പിന്നെ അത് നല്ലാണ്ട് നമുക്കുള്ള ഫുൾ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ആ സമയത്ത് ഏതായാലും കുറച്ച് പ്രൊഡക്റ്റിന് ബില്ലിടാറുണ്ട്. നമ്മൾ വില്ലിട്ട് ഇങ്ങനെ പൂവ് തന്നെയാണ് രണ്ടാളും. റജിനാമയുടെ ഇതെന്ന് അയ്യൂബ് സാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇങ്ങനെ ബേജാറായി നിൽക്കുക. കാരണം വില എന്താണ് പഠിച്ചവനെ എഴുതി കൂട്ടുന്നതാണ്. കാരണം വലിയൊരു കല്യാണത്തിനൊക്കെ ഇടുന്ന മാതിരി ലിസ്റ്റ് അവലിടുന്നത്. ഇത് കണ്ടപ്പോ എനിക്ക് ബേജാറാകുക. കാരണം എന്തായാലും ഓരോ സാധനത്തിനും അതിൻ്റെതായ റൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോ ഇട്ടിട്ടിട്ട് വില 50,000 കിടന്നത്. ഞാൻ തന്നെ തലയെ കൈ വെച്ചു. പഠിച്ചോന് 50,000. കാരണം നമ്മൾ എന്താ പറയാ, ഒരു 5,000 10,000 രൂപന്റെ സാധനം എടുക്കാന്ന് വിചാരിച്ചാണ് ഞാൻ വിലയിരുത്തി നിൽക്കുന്നത്. ആ സമയത്ത് റജിനോടെ പറഞ്ഞൊരു വാക്കുണ്ട്, സൈഫ് നമ്മൾ സീരിയസ് ആവണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് വേണം. അങ്ങനെ പറഞ്ഞു. പിന്നെ എന്നാലും ഞാൻ കുറെ പറഞ്ഞു, 20,000 ഞാൻ കുറെ കാലം പിടിച്ചു. പക്ഷെ നടന്നില്ല. 50,000 രൂപന്റെ ബില്ലിട്ടു, പ്രൊഡക്റ്റ് എടുത്തു. അപ്പോ ഈ പ്രൊഡക്റ്റ് അയ്യൂബ് സാറെ വീട്ടിൽ വന്ന സമയത്ത് എന്റെ മുന്നിൽ ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലൂടെ അങ്ങോട്ട് പോവാം. ഈ ഓരോ ബോക്സുകളും ഞാൻ തോളിലേറ്റി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചോ, ഞാൻ ഇതൊക്കെ എന്താണ് കാട്ടുക. കാരണം എന്തൊക്കെയോ നമുക്ക് എന്താ പറയാ, നമ്മളൊരു ആരും ഇല്ലാത്ത ഒരു മരുഭൂമിയിലൊക്കെ എത്തിപ്പെട്ട് ആരെയും കാണുന്നില്ല, ബേജാറാന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വയറ്റുന്നൊരു കാളലും ബേജാറുമായിട്ട്. കാരണം ഹസ്ബൻഡിനെ ഇതൊക്കെ കണ്ടിക്കാണ് എന്തായിരിക്കും പറയുക, എന്തായിരിക്കും പ്രതികരണം ഒന്നും അറിയില്ല. ഏതായാലും ബോക്സ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവച്ചു, പൊട്ടിച്ചു, ഓരോന്നങ്ങനെ തട്ടിക്കയറ്റി വെച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ എന്നതിന് ശേഷമാണ് GTSന്റെ കാര്യം ഇതൊക്കെ ഞാൻ അറിയുന്നതും. പിന്നെ എങ്ങനെ ക്ഷണിക്കും പോവാന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, അയ്യൂബ് സാർ ആണായതുകൊണ്ടായിരിക്കും നമ്മൾ പെണ്ണുങ്ങളെ ക്ഷണിക്കുന്ന മാതിരി ക്ഷണിച്ചില്ല. 1-2 പ്രാവശ്യം അങ്ങനെ പറയായിരുന്നു. ഏതായാലും ഒരു ദിവസം ഞാൻ പോവാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് അയ്യൂബ് സാറ് കൂടെ തന്നെ കാറിൽ പോയി. അവിടെ പോയി GTS ഒക്കെ കേട്ടു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് ചെറിയ രീതിയിലൊക്കെ കുറെ മനസ്സിലായി. അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അന്നൊന്നും സീരിയസ് ആയിട്ടില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ വിൽക്കും. പിന്നെ ആൾക്കാരെ നമ്മൾ ഓരോരുത്തരോട് പറയുന്ന സമയത്ത് പല എതിർവാക്കുകൾ ഉണ്ടാവും, പല രീതിയിൽ കളിയാക്കുന്ന ആളുകളും ഉണ്ടാവും. എന്നാലും അതൊന്നും വക വെക്കാതെ ഏതായാലും മുന്നിട്ട് ഇറങ്ങിയില്ലേ. അപ്പോ ഇനി വിജയം കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ടു. പിന്നെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഓരോന്ന് ചോദിച്ചതാക്കിയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ ഫൈറ്റർസ് എന്ന് പറഞ്ഞ ക്യാപ്സൂളിനെ പറ്റിയൊക്കെ ഇതിൽ നിന്ന് മോർണിംഗ് മീറ്റിൽ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ടെൻഷനൊക്കെ മാറാൻ ഇപ്പൊ ആരായിരിക്കും ഗുളികയൊക്കെ വാങ്ങി കഴിക്കാന്ന് വിചാരിച്ചു ബേജാറായി. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്യാപ്സൂളുകളിൽ ഉള്ളത് തന്നെ പേര് തന്നെ അന്നൊക്കെയാണ് പഠിക്കുന്നത്. കാരണം ഇതിന്റെ ഫുൾ പേരോ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുക എന്റെ അടുത്തുള്ള ഒരു വ്യക്തി എന്നോട് ചോദിക്കാണ്, സൈഫ് അതില് പിന്നെ എനിക്ക് എന്തോ ഒരു ബേജാറാവലാണ് രാത്രി ആകുമ്പോഴേക്കും, എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളും. ഞാൻ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ കഴിച്ചു നോക്കാറ്. ഏതായാലും ഞാനൊരു ക്യാപ്സൂള് കൊടുത്തു. 1-2 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇത് എന്തോ ഒരു സംഭവം തന്നെ കേട്ടോ, പിന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്, എനിക്ക് എന്തോ ഒരു സുഖം ഉണ്ട് കഴിച്ചിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും പ്രൊഡക്റ്റുകൾ ഏതായാലും ഒന്നിന് മെച്ചാണ്. പിന്നെ കുടുംബക്കാരെല്ലാരെയും വിളിച്ചിട്ട് ഇവിടെ ഒരു ഹോം മീറ്റിംഗ് ഒക്കെ വെച്ചു. പക്ഷെ ഹോം മീറ്റിംഗിനൊന്നും ഒരു പേസ്റ്റ് പോലും ആരും വാങ്ങിയിട്ടില്ല. വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഹോം മീറ്റിംഗ് വെച്ചത്. കാരണം ഒരുപാട് ആളുണ്ടായിരുന്നു, ഡൈനിങ് ഹാള് ഫുൾ ആളുണ്ടായിരുന്നു. ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും. പക്ഷെ ആരും പേസ്റ്റ് പോലും വാങ്ങിയില്ല. ഞാൻ 10 പേസ്റ്റ് തന്നെയെങ്കിലും ആളുകൾ വാങ്ങുന്നൊക്കെയുള്ള പ്രതീക്ഷയില്ല. എല്ലാവരും ഓരോന്ന് എഴുതി, അത് വേണം, അങ്ങനത്തെ വിഷയമുണ്ട് ഈ വിഷയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ച് പോയി എന്നല്ലാണ്ട് ഈ ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് ഒരാൾ പോലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയില്ല. പിന്നെ ചെറിയ രീതിയിൽ അങ്ങനെ ഞാൻ ഈ കൊണ്ട് നടന്ന് എല്ലാം ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, നമ്മൾ ഫോണിൽ സ്റ്റാറ്റസ് വെക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്ന ആളുകളോടൊക്കെ പറയാ,
അപ്പൊ പിന്നെ നമുക്ക് ബിസിനസ്സും കാര്യമൊക്കെ പറയുന്ന നമ്മൾ ലീഡേഴ്സ് ഉണ്ട്, GTS സെന്റർ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കടന്നു പോവാണ്. ഒരു ടീമോ കാര്യമോ ആരും വന്നിട്ട് ആയിട്ടൊന്നുമില്ല. എന്റെ തൊട്ട അയൽവാസി റിയാസ് പറയും. അപ്പൊ റിയാസിനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയും. കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓന്റെ അമ്മ വലിയ കളിയാക്കും, പെങ്ങളും ഇരിക്കും, കളിയാക്കി അങ്ങ് പോകും. ഞാനും ചെയ്ത കാര്യം, കാരണം അയ്യൂബ് സാർ പ്രൊഡക്റ്റ് കൊണ്ട് എന്റെ വീടിന്റെ അടുത്തൂടെ വരുന്നുണ്ട് ഒരാൾ. അയ്യൂബ് സാറിതാണ് എന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നോട് സേഫ്റ്റ് ഒരു കഫ്നിൽ എടുത്തോളി. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര റേറ്റ്? 195 രൂപ. ഞാൻ പറഞ്ഞു 195 രൂപ ഹെൽത്ത് സെന്ററിൽ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും ചുമന്റെ മരുന്ന്. ഇപ്പൊ എനിക്ക് വേണ്ട സീനെന്ന് പറഞ്ഞിട്ട് ഓളെ പറഞ്ഞേച്ചു. പിന്നീടാണ് ഈ ഒരു കഫ്നിലിന്റെ വില അറിയുന്നതും ഇതിന്റെ ഗുണം അറിയുന്നത്. പിന്നീട് എന്റെ വീട്ടിൽ കഫ്നിൽ കുടിക്കുക ജ്യൂസ് കുടിക്കണ കാര്യം. കാരണം ഒരു കഫ്നിൽ അഥവാ പൊട്ടിച്ച് വെച്ചാൽ, എനിക്കൊരു മോനുണ്ട്, ചെറിയ മോന്, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞതാ. പക്ഷെ ഈ കഫ്നിൽ എവിടെ പൊട്ടിച്ച് വെച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ആവശ്യം വരുന്നത് കുടിക്കാൻ പോയി നോക്കിയാൽ തീരെ ഉണ്ടാവില്ല. അവൻ കുടിച്ച് തീർത്തിണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും പഠിക്കൽ തുടങ്ങി. പിന്നെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ സാറെ കൂടെ ഓടി. ആ ഒരു വണ്ടി ഇല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഒരുപാട് മനസ്സിലായി. കാരണം നമ്മളൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡെല്ലാം റെഡിയാക്കി വെക്കണം. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇനി എന്റെ പരിപാടി വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുന്ന ആ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കാനല്ലേ. ഒരു ഗൾഫുകാരൊക്കെ നമ്മളിപ്പോ ഈ സൽക്കരിക്കുന്ന സമയത്ത് എല്ലാരും എന്ത് ചെയ്യും? വേഗം മന്തിക്ക് ഓർഡർ ചെയ്യും. ഈ ഗൾഫിലത്തെ ഭക്ഷണം തന്നെ മെയിനായിട്ട് ഈ മന്തി, റൈസ്, ചിക്കന്. നമ്മളിപ്പോ അവിടെ പോയാലേ നമ്മൾ മനസ്സിലാവും മുളകും ഇല്ലാത്തൊരു സൈസ് ചിക്കനും കാര്യങ്ങൾ. നമുക്ക് അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടൂല. അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തികളെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നമ്മളും അത് ഓർഡർ ചെയ്ത് വാങ്ങി കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ഹോട്ടലും കഴിക്കണമല്ലോ നല്ലത്. അപ്പൊ ഇങ്ങനെയെല്ലാം കൂടി ഇതാക്കി അങ്ങനത്തെ ഓരോ ഇതാണ്. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ എന്തൊന്ന് പറ്റിയാലും, ഒരു വേദന ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു ഇന്റെ വകയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ ഞാൻ കാണിക്കാൻ പോകുള്ളൂ. കേട്ടപാട് അങ്ങ് കൊണ്ട് ഓടികൂടെ. പനിയാണെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ ചികിത്സിച്ചു നോക്കും. അത് മാറിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാൻ പോകുള്ളൂ. അങ്ങനത്തെ രീതിയാണ്. എന്തായാലും അതിന് പറ്റിയൊരു ഇതാണ് നമുക്ക് കിട്ടിയതും നമ്മൾ അതിൽ എത്തിപ്പെട്ടതും. പിന്നീട് ഓരോ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യൽ തുടങ്ങി. മക്കൾക്കൊക്കെ റിസൾട്ട് കിട്ടി. പിന്നെ മോളെ ഹസ്ബൻഡിനൊക്കെ 95, വെൽഹാർട്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പോകുന്ന സമയത്ത് കൊടുത്തുവിടും. പിന്നെ പേസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ പറയും പേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അറിയപ്പോൾ പേസ്റ്റ് തന്നെ കൊണ്ടുവരൽ നിർത്തി. അവിടെ വീട്ടുകാരും ഇവിടെ വീട്ടിലും ഇപ്പോഴും ഉണ്ട്. ഒരു സിബാക്കന്റെ നമുക്ക് വലിയ സന്തോഷമായിരിക്കും ഗൾഫുകാർ പേസ്റ്റ് തന്നത്. കാരണം ഒരുപാട് വലുപ്പമുണ്ടാവും. 150 ഗ്രാം 200 ഗ്രാം വരെയുള്ള വലിയ ഒരു ബോട്ടിലാണ് ഉണ്ടാവുക. പഠിച്ചവനെ കുറെ കാലത്തേക്ക് പേസ്റ്റ് ആയാലും ഉള്ളൊരു സന്തോഷമാണ് അതൊക്കെ കിട്ടുന്ന സമയത്ത്. പിന്നീട് അതിന്റെ ഗുണം അറിഞ്ഞ സമയത്താണ് ഞാൻ പിന്നെ എന്ത് ചെയ്ത് അതിനോട് ഷൂ കഴുകിയാൽ നല്ല വൃത്തിയാവും. നല്ല വൈറ്റ് ഷൂ ഒക്കെ കഴുകിയ അതിനുപയോഗിച്ചാണ് ആ പേസ്റ്റ്. അപ്പൊ അത്രയും പിന്നെ നമ്മൾ ഡെമോ വെച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഏത് നല്ല പേസ്റ്റ് വെച്ച് ചെയ്ത് നോക്കിയാലും, ഒരു മഞ്ഞപ്പൊടി ഇട്ട് ചെയ്ത് നോക്കിയാൽ നമ്മളെ മഞ്ഞപ്പൊടി ഇട്ട് നോക്കിയാൽ നമ്മളെ പേസ്റ്റ് നല്ല പ്യുവർ മഞ്ഞായിരിക്കും. അതിന് എന്തായാലും ഒരു ചുവപ്പ് കളർ ഉണ്ടാവും. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും അങ്ങനെ പഠിച്ച് വന്ന് പിന്നെ വീട്ടിൽ എല്ലാ പ്രൊഡക്റ്റുകളും എന്തൊക്കെ വന്നാലും. നമുക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 4.5 വയസ്സായി, ഒരാൾക്ക് 6.5 വയസ്സായി. ഇവർക്കൊക്കെ ഇത് കൊടുത്ത് ഓലെന്നെ നമ്മളെ പ്രൊഡക്റ്റിന്റെ പേരുകളൊക്കെ ഓലെന്നെ പഠിച്ചു. കാരണം ചുമ വന്നാല് ഉമ്മ കഫ്നില് എന്ന് പറയും. പിന്നെ വേറെ എന്തിനായാലും, പിന്നെ വലിയ മോൻ പുറത്താണ്. ആ മോനും എല്ലാ പ്രൊഡക്റ്റും നമ്മളെ ബിലോ 37. പിന്നെ പുണ്ണിന്റെ വിഷയമുണ്ട്. അത് പേസ്റ്റ് ഇട്ടിട്ടൊന്നും മാറാത്ത സമയത്ത് നമ്മൾ ലിവഗൈൻ 3 കൊടുത്തിട്ട സമയത്ത് പിന്നെ കൊണ്ടുപോകാനും ചിലർക്ക് പേടിയാണല്ലോ. അതുകൊണ്ട് ചില സമയത്ത് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ ചിലർക്ക് പ്രശ്നവുമില്ല. നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു വിഷയവുമില്ല. നമുക്ക് ചെക്ക് ചെയ്താലും അവിടുന്ന് എയർപോർട്ടിൽ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ആൾക്കാർ പേടി മാറി. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും അവന്റെ കയ്യിലുണ്ട് എന്നൊരു ഉറപ്പ് വരുത്തി നമുക്ക് ഒരു സമാധാനം. കാരണം എന്തൊരു വിഷയം പറഞ്ഞ സമയത്ത് നീ എന്നാ അത് എടുത്ത് കുടിക്കി, ഇതെടുത്ത് കുടിക്കി, അങ്ങനെ പറയാലോ. ഇപ്പൊ റോൾ ഓൺ ഇൻഹീലർ മാത്രമേ തീരാത്തുള്ളൂ, ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും കഴിഞ്ഞു എന്ന് പറയും കുളിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ കൊടുത്തയക്കാൻ നിർവാഹമല്ല. അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മളെ ഈ ഹെയർ ഓയിലൊക്കെ മക്കത്തുള്ള ഒരാളാണ്. അപ്പൊ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയതാ. ഏതായാലും ഉപയോഗിച്ച് നല്ല റിസൾട്ട്. ഇപ്പം 2 വർഷം കഴിഞ്ഞു. ആര് ഉംറക്ക് പോകുന്നു, ആര് ഹജ്ജിന് പോകുന്നു നോക്കി നടക്കലാണ് എന്റെ പണി. കാരണം ഇവൻ ഈ പ്രൊഡക്റ്റ് അടക്കണം. എണ്ണ തീരാനാവുമ്പോഴേക്ക് പറയും സിഫ്ത എണ്ണ തീർന്നിട്ടോ, ആരാ ഉള്ളത് നോക്കി ഇറങ്ങും. ഞാൻ ഇവിടെ നിന്ന് നോക്കുവാൻ അവിടെ നിന്ന് നോക്കും. ചില സമയത്ത് ഒരു പ്രാവശ്യം അരീക്കോടുള്ളൊരു ആളൊക്കെ നമ്മളെ കൊണ്ട് ഉള്ളിൽ കൂടെ വന്നിട്ട് ഞാൻ
റോഡുമലയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് അങ്ങോട്ട് എത്തിക്കാൻ തുടങ്ങി. പിന്നെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ അൽഹംദുലില്ലാ ഇനി ചെറിയ മക്കളൊക്കെ ഏത് സമയത്ത് നമ്മൾ കൊണ്ടുപോകണ്ടേ. അവ കവചപ്രാശം ഇങ്ങനെ സ്പൂണിലാക്കി നമ്മളെ മിഠായി എമ്പി തിന്ന മാതിരി അതും കഴിക്കും. കഫ്നില്, ലിവാഗെയിന്, പിന്നെ റോളോണ്, ഓണ്ടിഹീല്, എല്ലാത്തിനും എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമുക്ക് റിസൾട്ട് കിട്ടൽ തുടങ്ങി. അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ പുറത്ത് കൊടുക്കുക. ആ സമയത്താണ് ഒരാൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് നിങ്ങളത് വീഡിയോ കാണിച്ചു തന്നാലേ വാങ്ങും. ഞാൻ പറഞ്ഞ ഇപ്പൊ എല്ലാ സാധനവും വീഡിയോ കണ്ടിട്ടാണല്ലോ കഴിക്കില്ല. നമ്മളിപ്പോ പുറത്തുനിന്ന് കഴിക്കുന്ന സാധനങ്ങളും ഓരോ പാക്കറ്റുകളും പൊടികളും എല്ലാം വാങ്ങി യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടാണ് കഴിക്കുന്നത്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ തയ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. വീട്ടിൽ മെഷീൻ ഇട്ടിട്ട് അടിക്കുന്നത് ഇപ്പോഴും ഉണ്ട്. എന്നാലും അപ്പൊ ആ സമയത്ത് ഒരു ഷോപ്പിൽ നിന്ന് ഒരാളെ ഡ്രസ്സ് തയ്ച്ചു കൊണ്ടുവന്നാൽ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്താ ചെയ്യുക, ഷോപ്പിലേക്ക് ഒരു കൊണ്ടുപോകില്ല, അത് അടുത്തുള്ള വീടുകളിലേക്കാണ് കൊണ്ടുവരിക. നേരെ മറിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് തയ്ച്ചു കൊടുത്ത ഒരു സാധനമാണ്, അതിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് 14 പ്രാവശ്യത്തെ നമ്മളെടുത്ത് കൊണ്ടുവരികയും ചെയ്യും. അത് ആരോടെങ്കിലും ഒക്കെ ഓരോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാച്ചാൽ മതി. അതേമാതിരിയാണ് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന എന്തൊരു സാധനം പ്രൊഡക്റ്റ് ആയാലും അതിന് പല സംശയങ്ങളും പല വാദങ്ങളും ഉണ്ടാവും അവർക്ക് പറയാൻ. അപ്പോ ഞാനും വിട്ടുകൊടുക്കൊന്നുമില്ല. കാരണം നമുക്ക് നല്ല പ്രൊഡക്റ്റ് ആണ് നമ്മൾ 100% ഉറപ്പാണ്. കാരണം മോളസ്ഥാനം മോന് പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പോലെ ഒരു ചെറിയ മോന് കഫ്നിൽ ബോട്ടിൽ ഒന്നായിട്ട് കുടിച്ചിട്ട് ഓനൊരു വിഷയവും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ധൈര്യമാണ്. കാരണം അതേമാതിരി നമ്മളെ ചാമ്പിത്തൈലം കുടിച്ചിട്ട് എന്തിനൊക്കെ റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. അങ്ങനത്തെ ഓരോന്നും നമ്മൾ GTS കേൾക്കാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ധൈര്യമായി ആർക്ക് കൊടുക്കാനും. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് കൊടുക്കുകയും ഒരുപാട് പ്രൊഡക്റ്റ് പിന്നീട് ആദ്യം വാങ്ങിയ 80,000 പ്രൊഡക്റ്റിലേക്ക് വീണ്ടും 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 ഒരുപാട് പ്രൊഡക്റ്റുകൾ അയ്യൂബ് സാറെ പിന്നെ സീലിംഗ് സമയത്തൊക്കെ വീണ്ടും 50,000 നമ്മൾ ടീമിലുള്ളവരൊക്കെ 50,000 അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എടുത്ത് ഇപ്പൊ എന്താ ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് പോയാൽ എന്റെ കയ്യിൽ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടോന്ന്. കാരണം ഒരു പ്രൊഡക്റ്റ് ഇല്ലാന്ന് നമുക്ക് ബേജാറാണ്. കാരണം ആരെ പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണം. കാരണം കാരണം നമുക്ക് ആ ഒരു ബിസിനസ് പോയി പോകാൻ പാടില്ല. കാരണം പെട്ടെന്ന് ഇപ്പൊ എല്ലാരും പറയില്ല, ഇപ്പൊ ഒരു പേസ്റ്റ് തീർന്നു, നമ്മളെ പേസ്റ്റും കാത്തിക്കൂലല്ലോ. ഇപ്പൊ പേസ്റ്റ് നാളെ ഇല്ലെങ്കിൽ ഒരു വേറെ പേസ്റ്റ് വാങ്ങും. അപ്പൊ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അത് ആരെപ്പ ചോദിച്ചാലും വേറെ എന്ത് ജോലിയായാലും അവിടെ ഇട്ടിട്ട് അത് പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കസ്റ്റമർ നമുക്ക് വിട്ടുപോകില്ല. കാരണം ഒരു തീരുന്ന സമയത്ത് നമ്മളെ വിളിക്കും, വിളിച്ചവർക്ക് അപ്പൊ സ്പോട്ടിൽ സാധനവും കിട്ടും. അപ്പോ അതൊക്കെ നമ്മൾ എന്താ പറയാ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ഉണ്ടാവില്ല, അതെല്ലാം കൂടി ബില്ലിട്ട് ചോദിച്ച് വാങ്ങിയാലും കിട്ടുമ്പോഴേക്ക് ഉണ്ടാവും ആ ഒരു ഓർഡർ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതെല്ലാവരും നമ്മൾ സ്റ്റോക്ക് ചെയ്യുക, സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതൊരു എന്താ പറയാ ഒരു വലിയൊരു വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. കാരണം ചോദിക്കുന്ന സമയത്ത് എടുത്ത് ഓടി കൊടുക്കണേ നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റ് വേണം. നമ്മളെ ടീമിൽ നിന്നായാലും ഓരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെ. കാരണം ഏത് പ്രൊഡക്റ്റ് ആണോ തീരുന്നത് നമ്മൾ ബില്ലിടുന്ന സമയത്ത് ആ അല്ലാത്ത പ്രൊഡക്റ്റുകൾ ബില്ലിട്ടിട്ട് അത് നമ്മളെ സ്റ്റോറിൽ എന്താക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്നാലേ നമുക്ക് ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കേണ്ടാവും. ചില ആളുകൾ പറയും പിന്നെ നമ്മൾ ഇതിലേ കടന്ന് വന്നേരം 25,000 30,000 ഒരു പർച്ചേസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അതൊന്നും വേണ്ട, ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ സാധനം വാങ്ങി കൊടുത്താൽ പോരെ നിൽക്കും. കാരണം നമ്മൾ ബില്ലിട്ട് സ്റ്റോറിലേക്ക് ബില്ലിട്ട് ഒന്നുകിൽ ആരെ പോണം, അല്ലെങ്കിൽ ആരാണ് ഏത് ലീഡേഴ്സ് ആ റൂട്ടിൽ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് കിട്ടുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെറിയ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ വീട്ടിൽ എല്ലാ സാധനങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഇതിലേക്ക് പിന്നെ ആദ്യമായിട്ട് കടന്നു വന്നൊരു വ്യക്തിയാണ് റിയാസ് സാർ. റിയാസ് സാർ പിന്നെ ഏതായാലും GTS കേട്ട സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല റിയാസ് സാർ എന്നാ ഒരു അവിടെ ഇത്രയും എമൗണ്ടിന്റെ ഒരു പർച്ചേസ് അവിടെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഒരു ബുദ്ധിമുട്ടുള്ളൊരു പെട്ടെന്ന് എടുക്കാൻ പറ്റൂലല്ലോ. ഏതായാലും ഫസ്റ്റിലെ GTS പോകുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തന്നെ താഹിറാമയുടെ താമരശ്ശേരിന്ന് ബില്ലിട്ട് കൊടുത്തു. 35,000 രൂപന്റെ ബില്ലിട്ട സമയത്ത് ഞാനിങ്ങനെ എന്തോ ഒരു ഇതിൽ നിൽക്കുകയാണ്. കാരണം റിയാസ് ഇപ്പൊ 35,000 എടുക്കുമോ എന്നുള്ള ആ ഒരു ഇതിൽ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ലീഡേഴ്സ് കൈകാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും മിണ്ടിയിട്ടില്ല. ആ സമയത്ത് ഏതായാലും റിയാസ് സാർ ഓക്കെ പറഞ്ഞു. 35,000 രൂപന്റെ പർച്ചേസ് സാധനങ്ങൾക്കൊക്കെ ഓർഡർ ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നല്ല എന്താ പറയാ ഒരു മീറ്റിങ്ങുകളും ഒഴിവാക്കാതെ എല്ലാ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും എല്ലാം ഞാനും റിയാസ് സാറും പോയി. അങ്ങനെ പോയിട്ട് അങ്ങനെ റിയാസ് സാറിലൂടെ എനിക്ക് ഓന്റെ പെങ്ങള് കൂടി, പെങ്ങളിലൂടെ വേറെ ഒരാൾ കൂടി, അങ്ങനെ 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 വന്നൊരു ചെറിയ ടീം അവിടെ. ആ ഒരു സമയത്താണ് നമ്മളെ സുമയ്യ മേഡം, എന്റെ ചാപ്പന മോളാണ്. അപ്പോൾ ഇങ്ങനെ
എന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണും. സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടൂല, റിപ്ലൈ പോലും തരൂല. അത് ഇത് എന്താണെന്നോ അതിനൊരു ലൈക്കോ ഒന്നും തരൂല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഇങ്ങനെ എണീച്ച് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ്. ഇങ്ങനെ ചുമര് പിടിച്ച് പിടിച്ച് നടക്കണം, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിനൊക്കെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്റെ കയ്യിൽ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ കവചപ്രാശൊക്കെ തിന്നാൽ നല്ലതാണ്, നമുക്ക് നല്ലൊരു എനർജി കിട്ടാനും വേറെ എന്തേലും രോഗത്തിന് വരാതിരിക്കാൻ പ്രതിരോധ ശക്തി കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഞാൻ പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ MRPക്ക് ആർക്കും ഒരു പ്രൊഡക്റ്റ് കൊടുത്തില്ല. ഈ 3 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് ഫുൾ MRP കിട്ടി. കാരണം ഒരു ഫ്രണ്ട് ഒരു പേസ്റ്റ് ചോദിച്ചിരുന്നു, അത് കൊടുത്ത സമയത്ത് ഓള് ആ പാക്കറ്റ് മേളിലെ ആ റേറ്റ് നോക്കി എനിക്ക് ഗൂഗിൾ പേ ചെയ്തു. അല്ലാണ്ട് ഞാൻ ഒരാളോടും MRPക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു മാക്സിക്കാർ അങ്ങനത്തെ ആളുകളൊക്കെ വന്നാൽ അത് കൊറക്കീന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ആണുങ്ങൾ അങ്ങനെ പറഞ്ഞു ഞാൻ കെഞ്ചാൻ നിൽക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ബിസിനസ് വോളിയം കയറുക എന്നുള്ളതിനാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം എനിക്ക് കിട്ടുന്ന റേറ്റിന് തന്നെ ഒരുപാട് ആൾക്ക് പിന്നെ ഓരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ കൂടെ ഐഡിയ അടിച്ചു കഴിഞ്ഞ് അങ്ങനെ വരികയും ചെയ്യല്ലോ. ഐഡിയ അടിച്ചാൽ നമ്മൾ ഇതിലൂടെ ഒരു വരുമാനം കിട്ടാണ്ട് നമ്മൾ ഇത്രയും കാലം അത്ര വയസ്സിന്റെ ഇടയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എല്ലാം സാധനം വാങ്ങിയിട്ട് നമുക്ക് ഇന്ന് വരെ ആരും ഒരു രൂപ പോലും നമ്മൾ തന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതിൽ അങ്ങനെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ സുമയ്യ മേഡം അത് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കിട്ടി. നല്ല റിസൾട്ട് കിട്ടിയ സമയത്ത് പിന്നെ സുമയ്യ മേഡം പിന്നെ എന്നെയല്ല വിളിച്ചത്, നേരെ താഹിറ മേഡത്തിനെ വെച്ചാൽ ഞങ്ങളെ അയൽവാസിയായിരുന്നു താഹിറ മേഡം, സിനത്ത് മേഡം, കോലൊക്കെ അങ്ങൊക്കെ ഞങ്ങളെ വീടിന്റെ അടുത്താ. ആ സമയത്ത് താഹിറ മേഡത്തെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ സുമയ്യ മേഡം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ സുമയ്യ മേഡത്തിന്റെ ആ ഒരു ഭാഗത്ത് നല്ലൊരു ടീമിനെ കെട്ടിപ്പടുക്കാനായിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് ഞാനിപ്പോ ഈ ഭാഗത്ത് ഞാൻ DTC ആണെങ്കിൽ ZTCയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം ഞാൻ STCയും കഴിഞ്ഞ് പോവുകയാണ്. അവിടെ അത്രയും നല്ല ഒരു ടീം തന്നെ ആ ഭാഗത്തുണ്ട്. അപ്പോ പിന്നെ ഈ ഭാഗത്തും തന്നെ എന്താ പറയാ, ഒരുപാട് പേരുണ്ട്, പക്ഷെ അത്ര സീരിയസ് അല്ല. എത്ര പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവില്ല എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ, നമ്മളെ മൈലേജിന്റെ ആ ഒരു എംബ്ലം പോലെ തന്നെയാണ് നമ്മളെ ബിസിനസ് പോകുക. ഒരു ഭാഗം താന്നതാണ്, ഒരു ഭാഗം കൊണ്ടുവരുന്നത്. ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളും ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ഇവിടെ പോകുന്ന സമയത്ത് പിന്നെ വൈത്തിരി ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം ദൂര സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മളൊറ്റയ്ക്ക് പോകുന്നവരെ നമ്മളെ ഹസ്ബൻഡ് വിചാരിക്കും ഇവര് എങ്ങോട്ടാണ് പോണത്, ആരെ കൂടാണ് പോണത്, ഇത്രയും ആളുകൾ കൂടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യണമല്ലോ. അപ്പൊ അവർക്ക് എന്തായാലും ഉള്ളിലൊരു ഡൗട്ടായിരിക്കും. കാരണം ഒരു നേരിട്ട് കാണാത്തത് കൊണ്ട് അവർക്ക് ഭയങ്കര സംശയവും കാര്യമൊക്കെ ആയിരിക്കും. ഏത് നില നിൽക്കുന്ന ആളായാലും എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും അതിൽ എങ്ങോട്ടാ പോണത് എന്താണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്ത്യയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, RTPക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്ന് പോവുകയാണെങ്കിലും എന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ പോകുന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇതിൽ. ഏതായാലും ഫസ്റ്റിൽ പോയ RTP തന്നെ ഞങ്ങള് രണ്ടാളും കൂടെ പോണ്. മൂപ്പരെ ക്യാഷ് കൂടി ഞാൻ 2500 രൂപ എനിക്ക് 2500 രൂപ ഹസ്ബൻഡിന്റെ കൂടി അടിച്ചു. ആ സമയത്ത് പിന്നെ അന്നപ്പോ എനിക്കൊരു സന്തോഷമാണല്ലോ, കാരണം 1 രൂപ പോലും ചെലവില്ലാതെ 2 ദിവസം നല്ല ഫുഡും കാര്യമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇപ്പോഴ് എല്ലാവർക്കും ഉണ്ടാവരുത്, വൈഫിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്കൊരു സാധനം വാങ്ങാണ്ട് അത് ഇവിടെ തന്നെ നേരിട്ട് പോയി വാങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്, അവർക്കൊരു ആശ്വാസം കിട്ടും. അപ്പോ ആ സമയത്ത് അവിടെ RTP ഒക്കെ കേട്ട് 2 ദിവസം കുളിക്കാനെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ മൂപ്പരെ കൊണ്ടുപോയത്. പക്ഷെ കുളിക്കുന്നതിന്റെ കുളത്തിന്റെ വക്ക് വരെ പോകാൻ വരെയുള്ള സമയം കിട്ടിയില്ല. കാരണം രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയി നമ്മൾ ഹോളിലെത്തണം. പിന്നെ ഓരോ സമയത്ത് എന്റെ ബാഡ്ജ് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കണം. ഏതായാലും 2 ദിവസവും ഈ കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടും അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മൂപ്പർക്ക് മനസ്സിലായി. കാരണം ഒരുപാട് ലീഡേഴ്സിനെയും അവരൊക്കെ അച്ചീവ്മെന്റുകളും ഒരു കേൾക്കാണല്ലോ. അപ്പൊ അങ്ങനെ RTP ഒക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനത്തെ ഓരോ ട്രെയിനിങ്ങിന് ദൂരോട്ടുള്ള വിഹാൻ എന്ന പ്രോഗ്രാമിന് ഞാൻ മൂപ്പരെയും കൊണ്ടുപോയത്. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോകുന്നു കണ്ടുപോയി ഒരുപാട് പഠിച്ചു. ഇതിലൂടെ എനിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. കാരണം നമ്മളെ ആയുഹില് പേസ്റ്റ് ലിവഗെയിൻ അതൊക്കെ ഇങ്ങനെ പോകുന്ന ആളാണ്, ഡ്രൈവറാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ആളാകുമ്പോ ചില ആളുകൾ കണ്ടാകുമ്പോൾ എന്തേ വിഷയം പറയുകയാണെങ്കിൽ പറയും, ഫുള്ള് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഫോണിന്റെ തരും. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓലെന്ന് വെച്ചാൽ ഓലെ ഡ്രസ്സ് പോലെ കൈ കാലുകൾ ഏത് സമയത്തും കറുത്തോണ്ടായിരിക്കുക. കഴുകാനുള്ള സമയം കിട്ടൂല. ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ആക്കി കഴിക്കാന്നല്ലാതെ അത് വ്യക്തിക്ക് അങ്ങനെ മറ്റേ കാലൊക്കെ ഇങ്ങനെ വിണ്ടേറിയിട്ട് ഇങ്ങനെ പറയും
കഴുകിയാലും നന്നാലും അറിഞ്ഞ സമയത്ത് പറഞ്ഞു എന്റെ വൈഫിന്റെ കയ്യിൽ ഇങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ നീം സോപ്പും കൊടുത്തു, ആയുഹീലും കൊടുത്തു. അപ്പൊ നല്ല റിസൾട്ട് കിട്ടി. നല്ല റിസൾട്ട് വെച്ചാൽ പറഞ്ഞു എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാൻ എനിക്ക് സമയം കിട്ടാനില്ല, ഇനി ഒന്നുകൂടി കൊണ്ടുത്തന്നിട്ട് അങ്ങനെ ഒരു ബോട്ടിലോട് കൊണ്ടു കൊടുത്ത് അങ്ങനെ നല്ല റിസൾട്ട്. അങ്ങനെ മുപ്പര് ഏത് സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിലും ചിലപ്പോൾ അവിടെ ഉള്ള സ്ത്രീകളോടായാലും ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കാലിന് ഇതൊക്കെ കാലിന് നമ്മൾ റിസൾട്ട് കിട്ടിയതുകൂടി ആയതുകൊണ്ട് കണ്ടാ പറയും, എന്നെ വിളിക്കും, പറയും അടുത്ത സ്ഥലവും കാര്യവും പറഞ്ഞു തരും, പോലെ ഫോൺ നമ്പർ വാങ്ങിപ്പോരും. അങ്ങനെ ഒരുപാട് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ മോള് ഒരു സമയത്ത് ഈ ടൈൽസിന് അടിച്ച് നെറ്റി പൊട്ടി നല്ല ബ്ലഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് മോളെല്ലോട് ബേജാറ്. പക്ഷെ എനിക്കൊരു ബേജാറില്ല, കാരണം നമ്മളെ ഉണ്ടിയിൽ അതിന്റെ റിസൾട്ട് നമുക്ക് എണ്ണിയാ തീരാത്ത അത്രയും റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ വേഗം എന്ത് ചെയ്യും, നമ്മളെ മഞ്ഞപ്പൊടി, നാടൻ മഞ്ഞപ്പൊടി ഉണ്ടാവും വീട്ടില്, അതിട്ട് ബ്ലഡ് കട്ടട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉണ്ടിയിൽ അനുസരിച്ച് അങ്ങനെ ഒരുപാട് റിസൾട്ട് വയറുവേദനക്കാലും അല്ലാണ്ടാലും. ഏതായാലും ഓലെയും ആയാലും നമ്മൾ വീട്ടിലുള്ളവരും ഡോക്ടർമാരടുത്തേക്ക് പോകുന്ന ആ ഒരു സമ്പ്രദായം നമുക്കില്ലാണ്ട്. പിന്നെ പല്ലിന് കേട് വന്നാലോ പല്ല് പറിക്കേണ്ട ആവശ്യത്തിനോ ആ ഒരു ആവശ്യത്തിന് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുള്ളൂ. അല്ലാണ്ട് പനിയോ ചുമ എന്ത് വന്നാലും നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ഇൻഹീലർ സമയത്ത് ഒരു 6,000 രൂപന്റെ പ്രൊഡക്റ്റ് എല്ലാ സമയത്തും വീട്ടിൽ പൊട്ടിച്ചിട്ടുണ്ടാകും. കാരണം ചാമ്പിത്തൈലം, ലിവഗെയിൻ, കഫ്നില്, പിന്നെ നമ്മളെ ബിലോ 37, പിന്നെ യൂറിഫ്ലഷ്, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും, നോവേദന, പിന്നെ പ്രോനാസിക, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വീട്ടിൽ എപ്പോഴും. പ്രോനാസിക ഒക്കെ നമ്മൾ ഒന്നും വന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പ്രോനാസിക ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്, കാരണം നമ്മളെ ശ്വാസനാളങ്ങളിലേക്ക് പോകുന്ന അണുക്കളെ പ്രതിരോധിച്ച് ഇല്ലാതാക്കാനുള്ള ഹരികൃഷ്ണ സാറെ ക്ലാസ്സിലൊക്കെ കേട്ട സമയത്തൊക്കെ ഓരോ മോണിമീറ്റർ കേട്ടാൽ അന്നപ്പോ പൊട്ടിക്കും. സ്പൈറലിനെ പറ്റി കേട്ടാൽ അത് പൊട്ടിക്കും. എന്തായാലും ഒരു വിധം എന്താ പറയാ ശക്തിമാൻ അല്ലാത്ത ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട്, ഭർത്താവ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അനീഫൈവ് ഒക്കെ ആദ്യം പേരും അതിന്റെ റേറ്റും കേട്ട് നമുക്ക് ഭയങ്കര പേടി, കാരണം ഇത്രയും റേറ്റ് ഇല്ലേ, നമുക്ക് കിട്ടണത് തന്നെ 3000 സംതിങ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ച് പോരുകയാണെങ്കിൽ തന്നെ നമുക്ക് റേറ്റ് കേട്ടാൽ ഗുളിക വാങ്ങുന്ന സമയത്ത് ഷോപ്പ് നമ്മൾ ഞെട്ടും. അങ്ങനത്തെ 95 ഒന്ന് പൊട്ടിച്ച് കുടിക്കാൻ ഒരു പേടിയോ ഒരു മടിയോ ഇല്ല. ഈ റമദാന്റെ മുന്നേറ്റ് ഞാനൊന്ന് പൊട്ടിച്ചു, മൂപ്പരൊന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് കഴിക്കാനുള്ള പ്രൊഡക്റ്റിനുള്ള ക്യാഷ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ചിലപ്പോ ഏതൊരു സമയത്തായാലും, ഏത് സമയം എനിക്ക് ആ ഒരു വല്ലാത്തതാണ്, കാരണം ഏതൊരു സമയത്തായാലും ഒരു പേസ്റ്റിന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ടാവുക എപ്പോഴും. കാരണം ഈ പേസ്റ്റ് വാങ്ങി പിന്നെ തരട്ടോ എന്ന് പറയുമ്പോ ഓക്കെ, പൈസന്റെ ഒന്നും നോക്കൂല, എപ്പോഴും വാങ്ങുന്ന ആളെല്ലാം കൊടുക്കും. അപ്പൊ ആ സമയത്ത് ആ ക്യാഷ് നമുക്ക് കിട്ടാണ്ട എപ്പോഴും നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ ഒരു സുഖമുള്ള, കാരണം ചെയ്യാത്ത ആളുകൾക്ക് എന്താ പറയാ, നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ മോന് വിസിറ്റിങ്ങിന് പോകുന്ന സമയത്ത് എന്താ ചെയ്യാ പൈസക്ക് എന്നൊക്കെ പുയ്യാപ്പിള അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു പിടിയൊന്നും കൊടുത്തില്ല. എന്റെ അപ്പന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. അപ്പൊ വിസ വന്നു, 35,000 രൂപ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഫോൺ എടുക്കുക, ഞാൻ പറയാം ഇന്ന് നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ഒരു പൈസ എടുക്കണമെങ്കിൽ പോയി ബാങ്കിൽ പോയി അല്ലെങ്കിൽ അവിടെ നിന്ന് ATM എടുത്ത് കൊടുത്ത് അങ്ങനൊക്കെ കഴിഞ്ഞത് നമ്മളെ ഫോണിൽ ഒരു ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് ആ സ്പോട്ടില് ആ 32,000 രൂപ കൊടുത്ത് കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെയുള്ള പിന്നെ ഓരോ പ്രോഗ്രാമിനും കാര്യത്തിനും പോകുന്ന ഓരോ അച്ചീവ്മെന്റുകളെ എഴുതിയൊക്കെ മറന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എഴുതി വെച്ച അച്ചീവ്മെന്റ് എനിക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഉംറക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പോവാണെ ഒറ്റക്ക്, കാരണം എന്തൊരു കാര്യം ഒറ്റക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, പോവാണെ ഹസ്ബൻഡിനെയും മോനെയും കൂട്ടിയിട്ട് പോകണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും എഴുതി വെച്ചു. പിന്നീടുള്ള ഓരോ എന്താ പറയാ, നമുക്ക് ഓരോ ഇൻകം കിട്ടുന്ന സമയത്തും ഏത് രീതിയിൽ കിട്ടുകയാണെങ്കിലും അത് പോണം 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 എന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ മനസ്സിനെ കൂടി വന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ വേണ്ടി, നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ സമയത്ത് ഏതായാലും ഞങ്ങൾ മൂന്നാക്കും ഇപ്പൊ 2 വർഷമായി പോയി വന്നിട്ട് പോകാൻ പറ്റി. അതിനുള്ള ക്യാഷൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കാനും പറ്റി. അങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഹസ്ബൻഡ് കൂട്ടി എനിക്കുള്ള എന്റെ ഫുള്ള് പൈസയും മോനുള്ള പകുതി പൈസ ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ അതൊക്കെ വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെയാണല്ലോ. കാരണം അത് കഴിഞ്ഞ് വണ്ടി ഓരോ ആവശ്യത്തിന് പറയുന്ന സമയത്ത് താഹിറ മേഡം, റജീന മേഡം ഒക്കെ എന്നെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് എത്താനായി വൈകുക. അയ്യൂബ് സാറൊക്കെ ഞാൻ പറഞ്ഞ അക്കാര്യത്തിൽ ഞാൻ പറയലുണ്ട്, ഞാൻ പറഞ്ഞ എന്റെ ഹസ്ബൻഡിനോട് പറയുന്നത് നിങ്ങളൊക്കെയാണ് എന്നെ കൂട്ടാണ്ട് പോകും. കാരണം പല പ്രാവശ്യവും ഞാൻ ഇവിടെ നിന്ന് ഓടിക്കളിച്ച് അയ്യൂബ് സാറെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അയ്യൂബ് സാർ അവിടെ സേഫ് ഞാൻ ഇപ്പം പോട്ടെ, എന്നോട് 10 മിനിറ്റ് കൂട്ടി വെച്ചേ പറയുള്ളൂ. അത് തന്നെ എനിക്ക് അങ്ങനെ തോന്നല്ല, കാരണം ചില സമയത്ത് ഞാൻ അവിടെ എത്തിയ അയ്യൂബ് സാറ് ഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോ
ഞാൻ ഓടിയ അത്രയും ഞാനൊരു വാഹനം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഓടി കച്ച് പിന്നെ നമ്മള് GPS കഴിഞ്ഞാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടി പിന്നെ നമ്മളെ കൊടുവള്ളി എത്തിക്കുകയാണ് ചിലപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മളിപ്പോ ഒരു ഓട്ടോ വിളിച്ച് പോരുകയാണെങ്കിൽ 60-70 രൂപ കാരണം അങ്ങനെ കൊടുക്കാൻ നമുക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ അന്നേ ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു വണ്ടി എടുക്കൽ എന്നുള്ള ഒരു ആഗ്രഹം. വല്ലാത്ത ആഗ്രഹം ഉണ്ടായി മനസ്സിൽ. അപ്പൊ അപ്പൊ റജിന മേഡം പറയുന്ന സമയത്ത് പറയും ആയിട്ടില്ല കാരണം മോള് വീട്ടിൽ കൂടാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഓളെ കുറ്റൂശ വരായിട്ട്. അപ്പൊ അതുകൂടിയും കഴിഞ്ഞാലേ എനിക്കൊരു വണ്ടി എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം എനിക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. എല്ലാരും EMI ഇട്ടിട്ടാണ് എടുത്തത്. EMI ഇടാതെ എനിക്ക് ലൈസൻസ് എടുക്കുകയും വേണം. EMI ഇടാതെ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതിയായ ആഗ്രഹം. അപ്പൊ അതിനൊരു തടസ്സം വെച്ചാൽ ഞാൻ പറയും കാരണം അച്ചീവ്മെന്റുകൾ എഴുതി വെക്കുന്ന സമയത്ത് ഉംറ കഴിഞ്ഞു. പിന്നെ മോളെ ഈ കുറ്റൂശ അതുകൂടിയും കഴിയണം. കാരണം ഓരോ നാട്ടിലേക്ക് ഓരോ ഇതാണ്. ചില നാട്ടിലേക്ക് ഉണ്ടാവും കുറ്റൂശ സമയത്ത് എല്ലാം ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുള്ള ആ ഒരു ഇതാണ്. എനിക്കൊരു മോളേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താ പറയാ അങ്ങനെയൊക്കെ കാരണം മോള് ഒന്നും തീരെ വിട്ടു തന്നില്ല. കാരണം എന്നോട് പറയാതെ വരെ ഉപ്പനെയും കൂട്ടിയിട്ടൊക്കെ ചില സാധനമൊക്കെ ഞാൻ കണ്ടത് ഓളെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം. കാരണം ഞാൻ അറിയാത്ത സാധനങ്ങൾ വരെ ഓൾ ഉണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം കിട്ടുമ്പോഴേ കിട്ടുന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവില്ലേ, കിട്ടുമ്പോഴേ കിട്ടുന്നുള്ള അത് ഓൾ നല്ലോണം മുതലാക്കി. ഏതായാലും അൽഹംദുലില്ലാ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെ എല്ലാം നമ്മളെ ആശാരിമാരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓല് നമ്മളെ സാധനം അളവെടുത്ത് പോയിട്ട് നല്ല തേക്കോണ്ട് തന്നെ അല്ല എന്തൊരു സാധനം നമ്മൾ നല്ലത് ഉണ്ടാക്കിയ പിന്നീട് അതിന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ലാണ്ട് നമ്മൾ ചെറിയ ലോക്കലായിട്ടുള്ള സാധനം വാങ്ങി അത് കേടുന്ന ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അത് നമ്മൾ കേൾക്കുകയും വേണം, ആ സാധനം വീട്ടിൽ വാങ്ങുകയും വേണം. അപ്പൊ വാങ്ങുമ്പോൾ നല്ല വാങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും അതാക്കി ഓർഡർ ചെയ്ത് അപ്പോ കൂടുന്ന സമയത്ത് ഒരു 3.5-4-5 ലക്ഷത്തിന്റെ അടുത്ത് സാധനം വാങ്ങേണ്ടി വന്നു. അപ്പൊ അതും കൂടിയും കഴിഞ്ഞിട്ടേ എനിക്ക് വണ്ടി വാങ്ങിയ സമാധാനം ഉണ്ടാവും. കാരണം കടം ബാക്കി വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്താൽ അതിന് സമാധാനം ഉണ്ടാവില്ല. പിന്നെ അത് വീടണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഹസ്ബൻഡിന്റെ കിട്ടുന്നതും മോന്റെ കിട്ടുന്നതും എന്റെ കിട്ടുന്നതും എല്ലാവരും കൂടി കൂട്ടിയിട്ട് ആ കടങ്ങളും വീട്ടിയതിന് ശേഷമാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ വണ്ടി പഠിക്കാൻ പോയത്. കാരണം ഒരു സൈക്കിൾ പോലും ചവിട്ടി ശീലമല്ല. ആ ചവിട്ടി വെക്കാലും വീട്ടിൽ നിന്ന് എടുക്കില്ല. കാരണം ആക്റ്റീവ വീട്ടിലുണ്ട്. അങ്ങോട്ടോ എടുത്തു വെക്കാൻ നോക്കിയാലും കാരണം പേടിയാ, സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് പേടി. അപ്പോ പിന്നെ പോയി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. പഠിച്ചു, ലൈസൻസ് എടുക്കാൻ ഒക്കെ ആയി വന്നു. ഏതായാലും പിന്നെ വണ്ടിക്ക് ബുക്ക് ചെയ്തു. ഏതായാലും അൽഹംദുലില്ലാ മെനയാന്ന് ആ ഒരു വണ്ടി ഇറക്കാൻ പറ്റി. അതും ഹസ്ബൻഡിനോടോ മോനോടോ ഒരു രൂപ പോലും ഒരാളോടും വാങ്ങാതെ 1,02,000 രൂപ റെഡി ക്യാഷ് അടിച്ചു ഒരു വണ്ടി ഇറക്കാൻ സാധിച്ചു. അതിന് ഞാൻ സത്യം പറയണേ എനിക്ക് എന്താ പറയാ കരച്ചിലും വരും. കാരണം ചെറിയതായ സമയത്തൊക്കെ ഞാൻ 4-5 ആയ സമയത്ത് എന്റെ തൊട്ട അയൽവാസിയായിട്ട് എന്റെ വീട്ടിലെ വെള്ളം മഴ പെയ്യാണ് എന്റെ വീട്ടിലെ വെള്ളം ഓലെ വീട്ടുമ്പോഴേക്കില്ല. അത്രയും അടുത്ത് എന്റെ അയൽവാസി. അപ്പൊ ഏതൊരു സമയത്തും പിന്നെ ഞാനില്ലാത്തൊരു കച്ചവടം ഒക്കില്ല, ഓളില്ലാത്തൊരു കച്ചവടം ഒക്കില്ല. കാരണം ഒരു മിഠായി വാങ്ങാൻ പോവുകയാണെങ്കിൽ തന്നെ ഓൾ എന്നെ വിളിക്കും. എന്തൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ ജീവിച്ച ആളാ. പക്ഷെ ഓല് നല്ല പൈസക്കാരാ. കാരണം അവിടെ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും ഓല് കഴിക്കുന്ന ഈ പാക്കറ്റുകളും മിഠായികളും അങ്ങനത്തെ പാക്കറ്റുകളൊക്കെ എന്റെ ഇപ്പയും നല്ല കൊണ്ടുവരികയും പക്ഷെ ആ മോഡൽ സാധനം ആയിരിക്കൂല. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മളെ വീട്ടിലുള്ള സാധനത്തിന് നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. മറ്റുള്ള ആളുകളെ കയ്യിൽ കാണുമ്പോൾ അത് കിട്ടണം, അതെന്തായിരിക്കും എന്നൊക്കെ അറിയാൻ. പക്ഷെ ആരോടും ഒന്നും പറയുകയും ചോദിക്കുന്നില്ല. പക്ഷെ ഓളും ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഓളോട് എല്ലാ ആൾക്കാരും നല്ലോണം സംസാരിക്കുകയും മിണ്ടുകയും ഓളങ്ങനെ വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എന്നോട് ആരും അങ്ങനെ മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അന്ന് മനസ്സിലാക്കിയതാ. കാരണം പൈസ ഉള്ള ആളുകൾക്ക് എവിടെ പോയാലും വേറൊരു ഇതാണ്, പൈസ ഇല്ലാത്ത ആളുകൾ വേറെ രീതിയിലാണ് ആളുകൾ കാണുന്നത്. അപ്പൊ അന്നേ ഈ ഒരു പൈസ കുറവുള്ള ആ ഒരു ഇതിന്റെ ഉപ്പാന്ന് പറഞ്ഞാല് ആദ്യം ഞാൻ ചെറിയ സമയത്ത് കരിങ്കല്ലിന്റെ പണിക്ക് വന്ന ഒരാളാണ്. അപ്പൊ ഈ പണിക്ക് പോയി വരുന്ന സമയത്ത് എന്നും അധിക ദിവസങ്ങളിൽ അല്ലെ കാൽക്കൊരു മുറി അല്ലെ കൈക്കൊരു മുറി, ആദ്യത്തെ ഡോക്ടറെ കാണിച്ച് അതിന് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടാണ് വായിച്ചു വരിക. അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ട് പിന്നെ അന്നേ എന്താ പറയാ ഞാൻ എന്റെ വീട്ടിലെ മൂത്ത ആളായിരുന്നു. എന്റെ വീട്ടിൽ 5 കുട്ടികളാണ്. അപ്പൊ ചെറിയോലൊക്കെ നോക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടത്. കാരണം ഇനി അനിയത്തിന്നെ കളിയാക്കിയോട് കളിക്കാൻ പോലും എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ല. കാരണം എനിക്ക് ഓലയായിട്ട് ഞാൻ പറയില്ല എന്ന് ശരിക്ക് കളിക്കാനോ ഒരു TV കാണാനോ ഒന്നും തന്നെ ചെറിയ ആ ഒരു സമയത്ത് കഴിഞ്ഞില്ല. അപ്പൊ അതൊക്കെ സ്വന്തമായിട്ട് നേടിയെടുക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കണം എന്നും നമ്മളെ കളിയാക്കിയ ആളുകൾക്ക് അതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം. കാരണം എല്ലാവരും കളിയാക്കും, ആ ഡോക്ടറാണ്, പിന്നെ നിങ്ങൾക്ക് ഡോക്ടർമാർ എഴുതാതെ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് ആളുണ്ട്. പിന്നെ എന്നും മാറ്റി ഓടുന്ന സമയത്ത്
അവളൊന്നും മാറ്റി കൊടുന്നു. അപ്പൊ പിന്നെ അടുത്തുള്ള ആള് ചോദിക്കും എനിക്കിന്ന് പോവാനില്ലേന്ന് ചോദിക്കും. കാരണം ഇത് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ. അപ്പൊ ഇവള് എങ്ങോട്ടാണേലാണെന്നൊക്കെ പിന്നെ അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പിന്നെ ആളുകൾ എന്ത് ചെയ്യും ചോദിക്കൂല എങ്ങോട്ടാ പോണെന്ന് ചോദിക്കില്ല. കാരണം ഞാൻ മാറ്റും ഞാൻ പോകും. അപ്പൊ അപ്പൊ എന്റെ വീടിനടുത്തുള്ള ഒരാൾ പറയും ഇനി ഇങ്ങനെ പോകുന്നതിനൊന്നും ഓന് പ്രശ്നമല്ലല്ലേ. കാരണം നമ്മള് മദ്രസിലോ അയൽതോ ദിക്റോ പോയ കാര്യം അങ്ങനത്തെ ഉണ്ട് അതിന് പോവും. വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ട് അതിന് പോവും. അതെങ്ങനെങ്കിലും ഹസ്ബൻഡിനെ സോപ്പിട്ടിട്ട് മൂപ്പരെയും കൊണ്ടേ ഞാൻ പോകും. അങ്ങനെ പോകുന്ന ഒരാളാ. അപ്പൊ അതിലൂടെ എനിക്ക് ഇതും നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനൊരു വണ്ടി എടുത്ത സമയത്ത് തന്നെ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ട് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു കാരണം ഞങ്ങൾ അങ്ങനെ കളിക്കൂട്ടുകാരെ വളർന്ന് ഇന്നും ഏത് സമയത്തായാലും എന്തിന് എന്റെ വീട്ടിൽ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഓളെ വീട്ടിൽ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല, ഓൾ ഇവിടെ ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് അവിടെ ഭയങ്കര അഭിമാനമാണ് തോന്നുന്നത്. കാരണം നമ്മളൊരാളോടും പറയാതെ നമ്മളിഷ്ടത്തിന് പോയിട്ട് ഒരു ഇതെടുക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതുണ്ടാവല്ലോ. അപ്പൊ നമുക്ക് സാധിക്കും എന്നുള്ളൊരു തെളിവാണ്. കാരണം ഏതൊരു സമയത്തായാലും നമുക്ക് പിന്നെ ഈ DTC എന്ന റാങ്കിൽ നമുക്ക് 6 മാസം കണ്ടിന്യൂ 5 മാസം കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ലോയാലിറ്റി അടിച്ചാൽ 6-ാമത്തെ മാസം നമുക്ക് സ്റ്റാർ ലോയാലിറ്റി അതൊക്കെ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്യാഷൊക്കെ നമുക്ക് 5500 രൂപന്റെ പർച്ചേസ് നമ്മൾ ചെയ്യുന്നതിന് നമ്മളെ ഭാഗത്ത് ചെയ്യണമല്ലോ. 5500 രൂപന്റെ പർച്ചേസ് നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നതിനുള്ള ക്യാഷ് എന്താകുന്നുണ്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. കാരണം 5000 രൂപ ആ മന്ത്ലി ഇൻകം അത് വാങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ലോയാലിറ്റി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അത് വാങ്ങിയെടുക്കലുണ്ട്. അതെങ്ങനെ ആയാലും ടീമിന്ന് വന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു റീറ്റെയിൽ ചെയ്ത ക്യാഷോ ഏതെങ്കിലും എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും ഇനി മുന്നോട്ട് ഒരു ടീമിനൊക്കെ ആ ഭാഗത്തുകൂടി ഒന്ന് പടുത്തുയർത്താം. മുന്നോട്ട് നല്ല രീതിയിൽ ഇറങ്ങി ഞാൻ പ്രവർത്തിക്കും. കാരണം ഇതുവരെ വണ്ടി ഇല്ലാത്തൊരു തടസ്സമായിരുന്നു. കാരണം പിന്നെ വണ്ടി എടുക്കാൻ പോയ സമയത്ത് തന്നെ ഈ സാർ അന്ന് സേഫ് കുഞ്ഞി സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ല എനിക്ക് അതും ഒരു ആഗ്രഹമാണ്. ഞാൻ എടുക്കുന്ന വണ്ടി എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് സ്റ്റാർട്ടാക്കി ഇറക്കിയണം എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. കാരണം അത് നമുക്ക് ഓൽക്കൊരു മുൻഗണന കൊടുക്കുമ്പോൾ അത് വേറെ സന്തോഷമാണല്ലോ. കാരണം നമ്മള് എന്തെന്നായാലും നമുക്ക് എല്ലാം ഓല് തന്നെയല്ലേ. കാരണം നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും ആകുന്നതും എല്ലാം അല്ല. അപ്പൊ ഓൽക്കൊരു മുൻഗണന കൊടുക്കുക. അപ്പൊ ഞാൻ പറ വേണ്ട അത് ഹസ്ബൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തോട്ടെ, ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഓല് തന്നെ ആയിരിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇതാക്കി. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഏതായാലും അതിനൊക്കെ സാധിച്ചു അൽഹംദുലില്ലാ. ഈ ഒരു ബിസിനസ്സിൽ വന്നത് കൊണ്ടാണ്. കാരണം എന്തോ ഒരു പൈസന്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബേജാറോ പിന്നെ അന്നപ്പോ ഞാൻ എന്തിന് ബേജാറാകുന്നത്, ഞമ്മക്ക് ഈ ഒരു ബിസിനസ് ഉണ്ടല്ലേ അതൊന്ന് നന്നാക്കി ചെയ്തിക്കുകയാണെങ്കിൽ ഞമ്മക്ക് ഇതിൽ നിന്ന് ഉമർ ഉസ്താദ് ആദ്യം ഏത് സമയത്ത് പറയും ഇതൊരു ബഹറാണ്. കാരണം കയ്യിൽ കൊണ്ട് മുക്കിയെടുക്കുന്നവരുണ്ടാവാം, ബക്കറ്റ് കൊണ്ട് കോരി എടുക്കുന്നവരുണ്ടാവും. ഇനി തോണി കൊണ്ടുപോയിട്ട് ഒന്നായിട്ട് തോണി കോരി ഇട്ടും തോണി അടക്കം കൊണ്ടുവരുന്നതിനും പ്രശ്നമില്ല. കാരണം ആഴ്ചയിൽ 2,10,000 ഒക്കെ വാങ്ങിയ ആളുകളെ നമ്മൾ കണ്ടതാണ്. അത് വാങ്ങാൻ കിട്ടാനുള്ള അവസരമാണ്. ഇപ്പൊ ചെറിയൊരു പൈസന്റെ ഒരു ബുദ്ധിമുട്ടും ഇത് മോളെ ഹസ്ബൻഡ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബേജാറായിട്ട് തോന്നല്ല. കാരണം കുറച്ച് സമയം എടുത്താലും നമ്മൾക്ക് ഈ ഒരു MA ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ നിന്ന് നമ്മളത് വാങ്ങിയെടുക്കാൻ പറ്റുമെന്നും പിന്നെ നാളെ കൊച്ചിയിലുള്ള ആ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മളെ കമ്പനി എംഡിനൊക്കെ നേരിട്ട് അവരുടെ ഒരു വായന്ന് ഒരു പറയുന്ന ഭാഷ നമുക്ക് തിരിയൂലെങ്കിലും ഒരുപാട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ അത്രയും ഇത്ര 10-20 വർഷത്തേക്ക് നമ്മളാരും പേടിക്കേണ്ട എന്നുള്ളൊരു വാക്കാണെന്ന് അവിടുന്ന് നമ്മളെ കമ്പനിയുടെ MD പറഞ്ഞത്. അപ്പൊ ഒരിക്കലും പേടിക്കേണ്ടതില്ല. എന്തൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും നമ്മളെ കമ്പനിയിലോ നമ്മളെ ബിസിനസ്സിനോ ഒരു കോട്ടവും സംഭവിച്ചില്ല. അപ്പൊ ആളുകളിലേക്കൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് പറഞ്ഞെത്തിക്കുക. പിന്നെ ഇപ്രാവശ്യം പ്രൊഡക്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടാനുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് നമുക്ക് ചോദിക്കാനുള്ള ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ നല്ല കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു ബേജാറുമില്ല. അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇന്നലെ സലാഹുദ്ദീൻ സാറിന് രാത്രി പെട്ടെന്ന് വിളിച്ച സമയത്ത് ഞാൻ ഏതായിരിക്കും ഒരു നമ്പർ എന്ന് വിചാരിച്ച് അപ്പൊ ഒരു കോളിലായിരുന്നു. അപ്പൊ ആ കോള് കഴിഞ്ഞ് കട്ട് ചെയ്ത് വിളിക്കുമ്പോ സലാഹുദ്ദീൻ സാറാ. അപ്പൊ എന്നെ പറഞ്ഞു ആ വണ്ടി എടുത്തതിനൊന്ന് നേരിട്ട് അഭിനന്ദിക്കാന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ പറഞ്ഞത്. ഞാൻ ഓക്കെ കാര്യമായിട്ടില്ല വിചാരിച്ചൊക്കെ സംസാരിച്ചൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ് പറയുന്നത് ഇങ്ങനൊരു രാവിലെ മോർണിംഗ് മീറ്റിൽ വരുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയുക, കാരണം എനിക്ക് എന്തൊരു കാര്യമായാലും അവിടുന്ന് എപ്പോഴും പറയില്ല. കാരണം ആ നോ പറയുന്നൊരു സ്വഭാവം എനിക്കില്ല. എനിക്ക് പറ്റുന്നൊരു കാര്യമാണോ അത് ഞാൻ ചെയ്തു കൊടുക്കാൻ എന്ന് വന്നാലും ഇന്നാലും ഒക്കെ എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ എങ്ങനെങ്കിലും എത്തിപ്പിടിച്ച് ഞാൻ ചെയ്യലുമുണ്ട്. അപ്പൊ എന്തൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ നടക്കും എന്നുള്ളതിന് 100% തെളിവാണ് നമ്മൾ ഈ ഒരു ബിസിനസ്. കാരണം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇതുവരെ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ഓരോരുത്തരും അങ്ങനെ മുന്നോട്ട് നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് പറഞ്ഞ് എത്തിച്ചു കൊടുക്കുകയും
ഇപ്പൊ അടുത്തൊരു സാറെ ക്ലാസ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ പ്രൊഡക്റ്റ് വെൽനെസ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപന്റെ ബിസിനസ് നമ്മൾ ചെയ്യാൻ പറ്റും. കാരണം ഇതെന്തോ രോഗം വന്ന് കഴിക്കേണ്ടതാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വരുന്ന ആളുകളോട് ഞാൻ പറയും, ഇപ്പൊ ഒരു കൈ കഴുകുന്ന ഹാൻഡ് വാഷ് ആണെങ്കിൽ പോലും എല്ലാവരും എന്ത് ചെയ്യും, 100 രൂപക്ക് 2 കിട്ടുന്ന സൈസ് ഒക്കെ വാങ്ങിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ പറയും, നമ്മള് കഴിക്കുന്നത് നല്ല ഫുഡ്, നല്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുക. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള അവയവങ്ങൾക്കും എത്ര വിലയുള്ള അവയവങ്ങളാണ്. കാരണം ഒരു കിഡ്നിയോ ഹാർട്ടിനോ ലിവറിനൊക്കെ ഓരോ കംപ്ലൈന്റ് വരുന്ന സമയത്താണ് നമ്മൾ ഓരോ അവയവങ്ങളുടെ ആ ഒരു ഇത് വാല്യൂ മനസ്സിലാക്കുക. അപ്പൊ ഇന്നലെ എന്റെ വീട്ടിൽ വന്ന ഒരാളോട് ഞാൻ പറയുന്നത്, നമ്മൾ നല്ല ഭക്ഷണമല്ല കഴിക്കുന്നത്, നമ്മൾ ഈ 10 റുപ്യക്ക് കിട്ടുന്ന എക്സോ അല്ലെ വിംബാറോ വാങ്ങി പാത്രം കഴുകും. അപ്പൊ അതിൽ തന്നെ ഒരു വിഷത്തിന്റെ അംശം ഉണ്ടാവും. കൈ കഴുകാൻ ഹാൻഡ് വാഷുകൾ, ഇങ്ങനത്തെ ലോക്കൽ ഹാൻഡ് വാഷ്, നമ്മളെ ഹാൻഡ് വാഷ് എലമെന്റ്സ് വെൽനെസ് എന്ന് പേരുള്ള ഹാൻഡ് വാഷ്, അത്രയും നല്ല തിക്കായിട്ടുള്ള സാധനം. എന്റെ മോള് വരെ കൊടുത്തു പറയാവും, എന്റെ അമ്മ അതിന് അത്ര 330 രൂപ അല്ലേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതിലും വിലയുള്ള സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. പിന്നെ ഭക്ഷണമാണെങ്കിൽ നമ്മൾ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കിയാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുകയും നമ്മൾ കഴിക്കും. അപ്പൊ അതൊക്കെ നന്നാവണമെങ്കിൽ മുന്നേയും പിന്നെയൊക്കെ നല്ല തന്നെ പ്ലേറ്റ് കഴുകുന്നത് നല്ലതായിരിക്കാം, കൈ കഴുകുന്നത് നല്ലതായിരിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആൾക്കാരെ മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് സാധനം വിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.